ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. സ്കോർപിയോയുടെ ലാസ്റ്റ് വീഡിയോനെ കുറേ വ്യൂസ് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ സ്കോർപിയോയുടെ വീഡിയോ വേഗം അപ്ലോഡ് ചെയ്യണത് ഇപ്രാവശ്യം. അപ്പോൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ. ആൻഡ് നെക്സ്റ്റ് മന്തും നിങ്ങളുടെ വീഡിയോസിനെ കുറേ സപ്പോർട്ട് കിട്ടിയ, വ്യൂസ് കിട്ടിയ ഞാൻ നെക്സ്റ്റ് മന്ത് ഓൾസോ നിങ്ങളുടെ വീഡിയോസ് ആണ് ആദ്യം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ സ്കോർപിയോ, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് അതും നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക എന്ന് വെച്ചാൽ എൻഡിലാണ് ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്താ ഉണ്ടാവാൻ പോണേ അത് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ എന്താവും അതും നമ്മൾ എൻഡിലാണ് നോക്കുക. അപ്പോൾ സ്കോർപിയോ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് ലവേഴ്സ്, ജെമിനി എനർജി, നൈറ്റ് ഓഫ് വാൻഡ്സ്, Queen of Pentacles. ഈ പേഴ്സന്റെ ഫീലിങ്സ് Queen of Swords, Star, Seven of Cups. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? Six of Wands. ഈ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണ്? അപ്പോൾ 6 of Wands ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി സ്കോർപിയോ. ഇത് ഒരു വിക്ടറിയുടെ എനർജിയാണ്, ഒരു സക്സസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് കുറേ അറ്റൻഷൻ കിട്ടുന്നുണ്ട് ഈ സമയത്ത്. ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ആൾക്കാരെ നിങ്ങളുടെ ഡയറക്ഷനിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. കുറേ അറ്റൻഷൻ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. കുറേ ആൾക്കാർ നിങ്ങളുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എടുക്കാൻ പോകുന്നുണ്ട്. കുറേ ഓഫേഴ്സ് വരാൻ പോകുന്നുണ്ട്. ഇത് ജോലി സക്സസ്സും ആവാം. പക്ഷെ എന്തായാലും കുറേ അറ്റൻഷൻ നിങ്ങളുടെ മുകളിലാണ് ഈ സമയത്ത്. കുറേ ആൾക്കാർ ഫ്ലേർട്ട് ചെയ്യാനും നോക്കും. ഓക്കെ, ഈ സമയത്ത് ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് ഈ പേഴ്സൻ്റെ എനർജി. ഈ പേഴ്സൻ്റെ എനർജി ഒരു പാഷൻ്റെ എനർജിയാണ്, സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജിയാണ്, ഫയർ സൈൻ്റെ എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആയിരിക്കാം ഈ പേഴ്സൻ്റെ എനർജി, ഓർ എൽ സൺ സൈൻ, മൂൺ സൈൻ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ സൈഡിൽ ഞാൻ ലവേഴ്സ് ആണ് കാണുന്നത്, ജെമിനി എനർജി. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയാണ്. ഇവിടെ കുറേ പാഷൻ ഉണ്ട് നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക്. നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ചില കേസസിൽ ഇതൊരു ചോയ്സിൻ്റെ എനർജി ആവാം. നിങ്ങൾക്ക് രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് അതിൽ വെച്ചാൽ വേറെ ആൾക്കാരുടെ ഇടയ്ക്ക് പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവുന്ന എനർജിയും ആവാം. ഈ പേഴ്സൻ്റെ എനർജി ക്വീൻ ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പം നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ മേ ബി ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൺ ആവാം, ഓർ എൽസ് ഈ പേഴ്സൺ കുറേ ഒരു ക്ലാരിറ്റിയുടെ എനർജിയിലാണ്. അവർ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചെയ്യണ പേഴ്സണാണ്. ആൻഡ് ക്ലിയർ ബൗണ്ടറീസ് ഉള്ള പേഴ്സണാണ്. നോ നോൺസെൻസ് കൈൻഡ് ഓഫ് എ പേഴ്സണാണ്. അവർക്ക് എന്താ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഡയറക്റ്റ്ലി തുറന്ന് പറയും. പക്ഷെ നിങ്ങളുടെ എനർജിയിൽ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതൊരു ഇൻഡിസിഷൻ്റെ എനർജിയാണ്, കുറേ ഓപ്ഷൻസിൻ്റെ എനർജിയാണ്, ഒരു പ്ലെയർ എനർജിയാണ്. മേ ബി നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക, ഓറൽസ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ പേഴ്സൻ്റെ വേറെ ചോയ്സസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ടെന്ന്. ഇത് നിങ്ങളുടെ എനർജി അല്ല വെച്ചാൽ, ഇത് നിങ്ങളുടെ എനർജി ആണ് വെച്ചാൽ മേ ബി നിങ്ങൾക്കാണ് കുറേ ഓപ്ഷൻസ് ഉള്ളത് ആൻഡ് നിങ്ങൾ കമ്മിറ്റ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. ഈ പേഴ്സൻ്റെ എനർജിയിൽ സ്റ്റാർ ആണ്. ഇത് അക്വേരിയസ് എനർജിയാണ്. ഈ പേഴ്സൺ പ്രേ ചെയ്യുക, ഹോപ്പ് ചെയ്യുക അത് നിങ്ങളുടെ കൂടെ അവരുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്ന്. അവർക്ക് വേണ്ടിയിട്ട് ഇതൊരു വിഷാണ്. ആൻഡ് അവർ പ്രേ ചെയ്യണം അത് ഈ വിഷ് ഫുൾഫിൽ ആവുമെന്ന്. ആൻഡ് അവരുടെ ഒരു വിഷ് ഫുൾഫിൽ ആവുന്നുണ്ട്. നിങ്ങളുടെ എനർജിയിൽ ഇപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അഗൈൻ ഇതൊരു ഗ്രൗണ്ടഡ് എനർജിയാണ്, ഒരു സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്, വെർഗോ എനർജിയാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി മേ ബി നിങ്ങളുടെ ലൈഫിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ പേഴ്സൻ്റെ എനർജിയിൽ 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് മനസ്സിലാവുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രോഗ്രസ് ഉണ്ടാവുമോ, ഇവർക്ക് ഒരു ചാൻസ് കിട്ടുമോ നിങ്ങളുടെ കൂടെ
അപ്പോൾ നമ്മൾക്കത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ ഇത് ക്ലിയർ അല്ല. 6 of Wands ഇവിടെ എന്താണ് ഓവറോൾ എനർജി? ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ, ഞാൻ പറഞ്ഞ മാതിരി കുറെ ആൾക്കാർ നിങ്ങളെ ഡേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഈ സമയത്ത്. 10 of Wands, നിങ്ങളുടെ ലൈഫിലും കുറെ ബാഗേജ് ഉണ്ട്, ബേർഡൻസ് ഉണ്ട്, അതൊക്കെ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഫൈനലി നിങ്ങളുടെ വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്, ഡ്യൂ. നിങ്ങളുടെ വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടുന്നുണ്ട്, നിങ്ങൾ ചെയ്ത വർക്കിന് നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് കുറെ ഒരു സ്പോട്ട് ലൈറ്റിലാണ്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് കുറെയൊക്കെ പാസ്റ്റ് ഇഷ്യൂസും ബാഗേജൊക്കെ നിങ്ങൾ റിലീസാണ് ചെയ്യണം ഈ സമയത്ത്. ഈ ക്വീൻ ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ്? ഇവരുടെ എനർജി സ്കോർപിയോ എനർജി, ടവർ. അപ്പോൾ നിങ്ങളും ഈ പേഴ്സന്റെ ഇടയ്ക്ക് എന്തോ ഒരു അൺഹെൽതി റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്, എന്തോ ഒരു ടോക്സിസിറ്റി ഉണ്ട് ഇവിടെ. കാപ്രിക്കോൺ എനർജി ഉണ്ട്, ഡെവിൽ. അതെന്താ വെച്ചാൽ നിങ്ങളുടെ രണ്ടാളുടെയും ഞാൻ പറഞ്ഞ മാതിരി റിലേഷൻഷിപ്പ് മേ ബി ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് അല്ല, ഇവിടെ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. മേ ബി ഇതിലൊരു സ്റ്റെബിലിറ്റി ഇല്ല, കമ്മിറ്റ്മെന്റ് ഇല്ല. ഇവിടെ ഒരു പേഴ്സൺ, മേ ബി നിങ്ങൾ ഇല്ല വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ, അവർക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടോക്സിക് എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു എൻഡിങ്, ഒരു ഷോക്കിംഗ് ട്രൂത്ത് റെവലേഷനും കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ സൈഡിലായിരിക്കാം, ഈ പേഴ്സന്റെ സൈഡിലായിരിക്കാം. അതെങ്ങനെയാ റെസോനേറ്റ് ആവണം വെച്ചാൽ അങ്ങനെ എടുക്കുക. ലവേഴ്സ് നിങ്ങളുടെ സൈഡിൽ എന്തുകൊണ്ടാണ്? 8 of Pentacles. നിങ്ങൾ ഈ പേഴ്സണെ വർക്കിന്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ പേഴ്സന്റെ എന്തോ ബിഹേവിയർ കാരണം നിങ്ങൾ കുറെ ഡിസപ്പോയിന്റഡ് ആയി. നിങ്ങൾക്ക് ഈ പേഴ്സൺ നിങ്ങളെ റിജക്ട് ചെയ്യണ മാതിരി ഒരു ഫീലിംഗ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ സൈഡിൽ. ഈ ക്വീൻ ഓഫ് സോർഡ്സ് എന്തുകൊണ്ടാണ് ഈ പേഴ്സന്റെ എനർജിയിൽ? എംപ്രസ്. ഈ പേഴ്സൺ മേ ബി മാരിഡ് ആയിരിക്കാം, ഓറൽസ് അവരുടെ ഒരു കുട്ടി ഉണ്ടാവാൻ വഴിയുണ്ട്, മേ ബി അവർ സെപ്പറേറ്റഡ് ആയിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ ഒരു കുറെ ഞാൻ പറഞ്ഞ മാതിരി അവരൊരു ഡിറക്റ്റ് സ്പീക്കിംഗ് എനർജിയാണ്. അവർ കുറെ ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഒന്നും ഒളിപ്പിക്കില്ല. അവർ അവരുടെ കാര്യം ക്ലിയർ ആയി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓറൽസ് ഇവിടെ എന്തോ ഒരു റെവലേഷൻ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ കുറെ റിജക്റ്റഡ് ആയി ഫീൽ ചെയ്യണത്. ഇപ്പോൾ ഈ നൈറ്റ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ എനർജി എന്താണ്? 3 of Cups. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ സൈഡിലായിരിക്കാം, ഓറൽസ് ഈ പേഴ്സന്റെ സൈഡിലായിരിക്കാം. ദ സ്റ്റാർ, ഈ പേഴ്സൺ ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് വിഷ് ചെയ്യണു, പക്ഷെ ഇത് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ പാഷന്റെ എനർജിയാണ് ഇവിടെ. ഞാൻ പറഞ്ഞ മാതിരി കമ്മിറ്റ്മെന്റ് ഇവിടെ ഞാൻ കാണുന്നില്ല. മേ ബി ഇവർക്ക് കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഓൾറെഡി വേറെ ഫാമിലി ഉണ്ടാവും, അതുകൊണ്ടുമായിരിക്കാം. അപ്പോൾ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് നിങ്ങളുടെ സൈഡിൽ എന്താണ്? കിങ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ അഗൈൻ ഞാൻ കുറെ ആൾക്കാരെ കാണുന്നുണ്ട് നിങ്ങളുടെ സൈഡിൽ. നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് സ്കോർപിയോ. അപ്പോൾ നിങ്ങൾക്കൊരു ചോയ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. എന്നുവെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കുറെ ഹാർട്ട് ബ്രോക്കൺ ആണ്. മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനാണ് നോക്കണത്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസും ഉണ്ട്. ഈ പേഴ്സണിന് അറിയാം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെന്ന്, അതുകൊണ്ട് അവർ വേഗം നിങ്ങളുടെ ഡയറക്ഷനിൽ വരാൻ നോക്കും. എന്നുവെച്ചാൽ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി വേണം എന്നുണ്ട്, അവർക്ക് മിസ് ഔട്ട് ചെയ്യണം എന്നില്ല. ക്യാൻസർ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും? 4 of Swords. അപ്പോൾ ഇവിടെ ഞാനൊരു സെപ്പറേഷൻ കാണുന്നുണ്ട് തൽക്കാലം. ഇവിടെ ഒരു ഹീലിംഗ് എനർജി ഉണ്ട്. 9 of Cups ഉണ്ട് ഇവിടെ. പക്ഷെ ഈ പേഴ്സൺ ഈ സമയത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിഷ് ചെയ്യണത്. അത് നിങ്ങൾ ഈ പേഴ്സണിന് ഒരു ചാൻസ് തരുമെന്ന്. പക്ഷെ ഇവിടെ കുറെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം എന്തായിരിക്കും? ഔട്ട്കം പോസിറ്റീവ് ആണ്. 10 of Cups, 8 of Wands. അപ്പോൾ ഇവിടെ ഔട്ട്കം ഞാൻ ഒരു പോസിറ്റീവ് ഡയറക്ഷനിലാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു കുറെ പേടിയുണ്ട്. എന്നുവെച്ചാൽ ഈ പേടി നിങ്ങളുടെ സൈഡിലായിരിക്കാം. മേ ബി ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്യോ ചെയ്യില്ലേ, എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുക, അങ്ങനത്തെ കുറെ ഫിയേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഔട്ട്കം പോസിറ്റീവ് ആണ് ഇവിടെ കാണുന്നത്. നമ്മൾക്കൊരു ഒറക്കിൾ മെസ്സേജ് എടുക്കാം, അപ്പോൾ അതിൽ കുറച്ചുകൂടിയും ചിലപ്പോൾ കൺഫർമേഷൻ കിട്ടും.
സ്കോർപിയോക്ക് വേണ്ടിയിട്ട് എന്താണ് ഇവിടെ മെസ്സേജ്? സ്റ്റേ ഓപ്റ്റമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഓപ്റ്റമിസ്റ്റിക് ആവാനാണ്. ഈ റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ആവശ്യമുണ്ട് ആൻഡ് ഫെയ്ത്തിൻ്റെയും ആവശ്യമുണ്ട്. ആൻഡ് മേ ബി ഈ സിറ്റുവേഷൻ സോൾവ് ആവും. പറയണ മാതിരി ഔട്ട്കം പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് മേ ബി ഒരു ടെമ്പററി ഇഷ്യൂ ആയിരിക്കാം. പക്ഷെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക ഇത് എങ്ങനെ റെസൊനേറ്റ് ചെയ്തു എന്ന്. റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ എൻ്റെ അനാലിറ്റിക്സ് കാണുമ്പോൾ മിക്കവാറും ഈ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ, ലൈക്ക് ചെയ്യുക ആൻഡ് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലിയുടെ കൂടെ. എത്രയും ഈ വീഡിയോനെ ലൈക്സ് ആൻഡ് വ്യൂസ് കിട്ടും അത്രയും ഞാൻ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ വീഡിയോസിനെ വേഗം അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യും. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ഞാൻ അവൈലബിൾ ആണ് സെഷൻസിന് വേണ്ടിയിട്ട്. ബുക്ക് ചെയ്യുക, വേഗം ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ അത്ര സെഷൻസ് ഇപ്പോൾ ബാക്കിയില്ല. ലിമിറ്റഡ് സെഷൻസേ ഉള്ളൂ. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ആവും. ആൻഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു വാട്സാപ്പ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ. ആൻഡ് ഞാൻ അവിടെ നിങ്ങൾക്കെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ. ഓൾ ദ ബെസ്റ്റ്.